ഹായ് ഓൾ വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തേതൊരു വെറൈറ്റി മസാലയിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തോ അല്ലെങ്കിൽ പ്രത്യേക ഒരു പാർട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബിരിയാണിയുടെ കൂടെയൊക്കെ പൊള്ളി കോംബോ ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റിയ ലൈറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയാലോ? വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ബൗളിലേക്ക് ഞാൻ 800 ഗ്രാം അളവിൽ ചിക്കൻ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള വെയിറ്റാണ് ഞാൻ 800 ഗ്രാം പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ചെറിയൊരു അരപ്പൊരു സ്പെഷ്യൽ മസാലക്കൂട്ടൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതാ മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കൈപ്പിടി നിറയെ മല്ലിയില ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു കൈ കൊണ്ട് എടുക്കുമ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റി തന്നെ എടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു കൈപ്പിടി നിറയെ കറിവേപ്പില എടുക്കുന്നുണ്ട്. ഒരു 3-4 തണ്ട് കറിവേപ്പില അത്യാവശ്യം തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പുതിനയില ഒരു 2-3 ഇല മാത്രം മതി കേട്ടോ. പുതിനയില ഒട്ടും തന്നെ കൂടരുത്, ചെറിയൊരു മണവും ഫ്ലേവറൊക്കെ ഉണ്ടാവും മാത്രമായിട്ടാണ്. ഇനിയിപ്പോൾ ഒരു വലിയ സൈസ് ബൾബ് വെളുത്തുള്ളി മൊത്തത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഏകദേശം ഒരു 14-15 അല്ലിയോളം ഉണ്ട്. അപ്പോൾ അത് ഇളം തൊലിയോട് കൂടിയിട്ട് എടുക്കാൻ നോക്കണേ. അപ്പോൾ അതിനനുസരിച്ച് ഒന്നുകൂടി ആ ഒരു തരിതരിപ്പോട് കൂടി നമ്മുടെ മസാല കിട്ടുകയും ചെയ്യും, ഒന്നുകൂടി ടേസ്റ്റ് കൂടുതലുണ്ടാവും. ഇനിയിപ്പോൾ അതിൻ്റെ നേരെ പകുതിയോളം സൈസ് വരുന്ന ഒരു മീഡിയം വലിപ്പമുള്ള ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഏകദേശം ഒരു 8-9 ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ വലിയ ജീരകം, അതായത് ഫെന്നൽ സീഡാണ് ഇട്ട് കൊടുക്കുന്നത്, 1 ടീസ്പൂണ്. ഇനിയിപ്പോൾ ഏകദേശം ഒരു 7-8 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് എരിവ് നോക്കിയിട്ട് ഓരോ മുളകിനും നല്ല എരിവ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിലുള്ളത് നോക്കിയിട്ട് കുറക്കും കൂട്ടുമൊക്കെ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കുക കേട്ടോ. ഒരുപാട് പേസ്റ്റ് ആവണമെന്നില്ല, ചെറിയൊരു തരിതരിപ്പ് ഉണ്ടെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും. അങ്ങനെ ഇതാ ഈ ഒരു രീതിയിൽ ഓവർ പേസ്റ്റ് ആവാതെ ഈ ഒരു തരിതരിപ്പോട് കൂടിയിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഇല്ലേ, അതിലേക്ക് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ പൊടികളായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ കശ്മീരി പൗഡറാണ് ചേർക്കുന്നത്. കാരണം നമ്മൾ എരിവുള്ള മുളകല്ല അരച്ചത്, അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് കശ്മീരി മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. മുട്ട നിർബന്ധമായിട്ടും ചേർക്കുക കേട്ടോ. നല്ലപോലെ കോട്ടിങ് ചിക്കനിലേക്ക് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും, അതുകൊണ്ട് നിർബന്ധമായിട്ടും ചേർക്കണേ. പിന്നെ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വിനീഗർ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര്, പുളിക്കേതാണോ ഇഷ്ടമുള്ളത് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ കോട്ടിങ്ങിനായിട്ട് 4 ടേബിൾ സ്പൂൺ നിറയെ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ കോൺഫ്ലോർ. പിന്നെ നമ്മൾ കട്ട് ചെയ്യുന്ന ചിക്കൻ്റെ വലുപ്പത്തിനനുസരിച്ച് അനുസരിച്ചിട്ട് കോൺഫ്ലോർ കുറച്ചും കൂടി എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ഒരു 4-4.75 ടേബിൾ സ്പൂണൊക്കെ ചേർക്കട്ടെ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. എത്രത്തോളം ചേർക്കുന്ന അത്രയും പുറമേ നല്ല ക്രിസ്പിയായി നല്ല മൊരുമൊരുപ്പായിട്ട് അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ 4 ടേബിൾ സ്പൂൺ നിറയെ തന്നെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് എല്ലാം കൂടി ചേർത്ത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. നമ്മുടെ ചിക്കൻ്റെ എല്ലാ സൈഡിലും മസാല പിടിച്ച് കിട്ടിക്കൊള്ളണം. ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു മണമൊക്കെ ഉണ്ടാകും കേട്ടോ, കറിവേപ്പിലൊക്കെ കൃഷി ചെയ്തത് കൊണ്ട് തന്നെ. അങ്ങനെ ഇതാ ഈ ഒരു രീതിയിൽ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം സമയമുണ്ടോ അത്രയും റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. അതിനനുസരിച്ച് ടേസ്റ്റ് കൂടുകയാണ് ചെയ്യുക. ഒട്ടും തന്നെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അധികം ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ചിക്കന്. പിന്നെ പെരുന്നാൾ ദിവസമൊക്കെ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ തലേ ദിവസം നൈറ്റ് അവിടെ മസാല റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഉച്ചക്ക് സെർവ് ചെയ്യാൻ നേരമാകുമ്പോൾ ഫ്രൈ ചെയ്യുമ്പോഴാണ് അതിനനുസരിച്ച് ആ ഒരു മുരുമുരുപ്പും ക്രിസ്പിനെസ്സൊക്കെ പുറമേ ഉണ്ടാകുക. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ചൂടോടെ തന്നെ സെർവ് ചെയ്യാൻ നോക്കുക. അങ്ങനെ ഇതാ ഞാൻ ഫ്രിഡ്ജിൻ്റെ താഴെ സൂക്ഷിച്ച് വെക്കുകയാണേ. അങ്ങനെ ഇതാ ഞാൻ നല്ലപോലെ 3-5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. നല്ലപോലെ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് മസാലയോട് കൂടി തന്നെ ചിക്കൻ ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. കാരണം കോട്ടിങ് അവിടെ പിടിച്ച് കിട്ടണം. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക കേട്ടോ. എന്നിട്ട് കോട്ടിങ് അവിടെ പിടിച്ച് സെറ്റായി എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ 1-2 മിനിറ്റ് കഴിഞ്ഞതിന് മാത്രം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഒരു സൈഡും കോട്ടിങ് പിടിച്ച് കഴിഞ്ഞാൽ മാത്രം ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഉള്ളൊന്നും വേവില്ലല്ലോ. അപ്പോൾ കോട്ടിങ് പിടിക്കാതെ നിങ്ങൾ ഫ്ലെയിം കുറച്ച് വെച്ച് കഴിഞ്ഞാൽ കോട്ടിംഗ് ഒക്കെ മൊത്തം എണ്ണയിൽ പോകും കേട്ടോ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇടയിലൊന്ന് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് അനക്കി കൊടുക്കുക. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ ഇതാ ഇടയ്ക്ക് ഞാൻ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട്, പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ എല്ലാവർക്കും അറിയാലോ, അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ട. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഒരു ബാച്ച് റെഡി ആയിട്ടുണ്ട്. പുറമേ നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള അടിപൊളി ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഈ ഒരു പെരുന്നാളിന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതാ ഞാനൊരു ബാച്ച് ഫ്രൈ ചെയ്ത് ബാക്കിയുള്ളത് മൊത്തത്തിൽ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തിട്ട് നല്ല സിമ്പിളല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇതാ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ റെസിപ്പിയാണ്. ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പാർട്ടികളിലൊക്കെ ബിരിയാണിയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്